നമ്മൾക്ക് ഇക്കായി ഏക്ക് എന്താ SSLCയിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റത്തെ പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഇക്കായി ഏക്ക് സഫറോ കി ജുഗൽബന്ദി, അതായത് യാത്രകളുടെ സംയോജനം, കോമ്പിനേഷൻ ഓഫ് ജേർണി, അതാണ് നമ്മളെ ഫസ്റ്റ് പാഠം. അതിൽ ചാപ്റ്റർ 1 എന്താ, ഒരു ലഘുകഥയാണ്. അഞ്ജു ഗർബന്ദ എഴുതിയിട്ടുള്ള ഒരു ഗിടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഘുകഥയാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ. ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം, അതൊരു ട്രെയിൻ യാത്രയാണല്ലേ. കുറേ ആൾക്കാരുണ്ട്, അവർ ഒരു യാത്ര ചെയ്യാൻ പോവാണ്. ട്രെയിൻ യാത്രയാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, പിന്നെ ഇപ്പുറത്ത് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാലോ. ഹോഷിയാർപുർ സെ ഷാദി കാ ബുലാവ ആയാത്ത, ഹോഷിയാർപുരത്തിൽ നിന്നും ഷാദി കാ ബുലാവ, ഒരു കല്യാണത്തിൻ്റെ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ആയാത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹോഷിയാർപുർ എന്നുള്ളൊരു സ്ഥലം, അത് SSLCക്ക് എക്സാമിന് വരും. നമുക്ക് ലെറ്റേഴ്സും പിന്നെ ഡയറി അങ്ങനത്തെ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആ സ്ഥലവും പിന്നെ ഈ കഥകളൊക്കെ നമുക്ക് മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഹോഷിയാർപുർ സെ ഷാദി കാ ബുലാവ ആയാത്ത, ഹോഷിയാർപുരത്തിൽ നിന്നും ഒരു കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവ, ട്രെയിനിൽ പോകാൻ തയ്യാറെടുത്തു അല്ല തീരുമാനിച്ചു. ട്രെയിൻ സെ ജാന തൈ ഹുവ, തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി, സർദി എന്ന് പറഞ്ഞാൽ എന്താ, തണുപ്പ്. ഹൽക്കി ഹൽക്കി, പതുക്കെ പതുക്കെ, അല്പാൽപമായി. ദസ്തക് ദേനെ ലഗി തി, അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. തണുപ്പ് അല്പാൽപമായി അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അതായത് കാലാവസ്ഥ എന്താണ്, തണുപ്പാണ്. ഇസ്ലിയെ, അതുകൊണ്ട്, സോച്ച, ചിന്തിച്ചു. എന്ത് ചിന്തിച്ചേ, ചലോ ഇസ് ബാർ AC के बजाय ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ, അതായത് ഈ പ്രാവശ്യം AC ഇല്ലാതെ, ACക്ക് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ അല്ലെങ്കിൽ പകരം എന്നൊക്കെ പറയും. ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ, ജനറൽ കോച്ചിലെ യാത്രയുടെ ആനന്ദം അനുഭവിക്കാം. ഓക്കെ, അപ്പോൾ പഹലെ, ആദ്യം, ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹോയെ, ബീവിനോടും ബച്ചനോടും, ഭാര്യയോടും മക്കളോടും നമ്മൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ, ജനറലിൽ പോകാൻ പറഞ്ഞപ്പോൾ ആ ഭാര്യക്ക് എന്തായി, കുച്ച് നാരാസ് ഹോയെ, ദേഷ്യം വന്നു. പർ ഫിർ തോടി നാനുക്കൂർ കെ ബാദ് മാൻ ഗയേ, പക്ഷേ കുറച്ചു നേരം എതിർപ്പുകൾക്ക് ശേഷം മാൻ ഗയെ, സമ്മതിച്ചു. ഭാര്യനോടും മക്കളോടും AC പോകണ്ട പറഞ്ഞപ്പോൾ തന്നെ ഭാര്യയ്ക്ക് നാരാസ് ഹോയെ, ദേഷ്യം വന്നു. കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം അവൾ പിന്നെ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ, ദില്ലിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയുണ്ട്. അടുത്തേക്ക്, ഹോഷിയാർപുർ. സീറ്റ് ബുക്ക് ചെയ്തു. തോ, അതുകൊണ്ട്, ജ്യാദ പരേശാനി നഹി ഹുയി, കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സീറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട്. ബച്ചോനെ ജട്ട് കിടക്കി വാലി സീറ്റ് ജപ്പട്ട് ലി, അതായത് കുട്ടികൾ പെട്ടെന്ന് തന്നെ കിടക്കി വാലി സീറ്റ്, വിൻഡോ സീറ്റ് കരസ്ഥമാക്കി. ജപ്പട്ട് ലി, കരസ്ഥമാക്കി. സാരാ സാമാൻ സെറ്റ് കർ മേ ഓർ പത്നി ബാത്തോ മേ മഷ്ഹൂൽ ഹോ ഗയി, അതായത് എല്ലാ സാധനങ്ങളും സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി, ഞാനും എൻ്റെ ഭാര്യയും വർത്താനത്തിൽ, സംസാരത്തിൽ മുഴുകി. മഷ്ഗൂൽ ഹോന പറഞ്ഞാൽ സംസാരത്തിൽ മുഴുകുക. പിന്നെ നെക്സ്റ്റ് എന്താ, ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത്ത് ബടിയാ ഹേ, നെക്സ്റ്റ് ഒരു കഥാപാത്രം കൂടി കഥയിൽ വരികയാണ്, ഒരു പെണ്ണ്. അപ്പോൾ ദീദി, ചേച്ചി, ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്ന ഷോളാണ്, എടുത്തോളൂ. ബഹുത്ത് ബടിയാ ഹേ, വളരെ മികച്ചതാണ്. ഒരു ആൾ പറയുകയാണല്ലേ, എന്തോ വിൽക്കാൻ വന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പോൾ രംഗ് ബിരംഗി ഷോളോं का भारी गट्टर उड़ाए एक सांवली सलोनी खजरारी आंगों वाली युवती पत्नी को इस्रार करने लगी, അതായത് രംഗ് ബിരംഗി ഷോളം, വർണ്ണശബളമായ ഷോളുകൾ ഉള്ള ഒരു ഭാരി ഗട്ടർ, ഒരു വെയിറ്റുള്ള ഭാരിച്ച ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് ഒരു സാംവലി സലോനി എന്ന് വെച്ചാൽ ഒരു കറുത്ത നിറത്തിലുള്ള സുന്ദരി, സലോനി സുന്ദരി,
കജ്റാരി ആങ്കോം വാലിയാണ്. ആ പെണ്ണിൻ്റെ രൂപമാണ് പറയുന്നത്, ഫീച്ചേഴ്സാണ് പറയുന്നത്. സാംവലിയാണ്, ഇരുണ്ട നിറത്തിലുള്ള, സലോനിയാണ്, സുന്ദരിയാണ്. കജ്റാരി ആങ്കോ എന്ന് വെച്ചാൽ കറുത്ത കൺമഷി കണ്ണുകളുള്ള പെണ്ണാണ്. കജ്റാരി ആങ്കോം വാലി യുവതി പത്നിക്കോ ഇസ്രാർ കർണേ ലഗി. ആ പത്നിയോട്, ഭാര്യയോട് ഇസ്രാർ കർണേ ലഗി, നിർബന്ധിക്കാൻ തുടങ്ങി. ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്ന ഷോളാണ്, എടുത്തോളൂ, വളരെ മികച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണ് അവിടെ സാധനം വിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിക്ചറിൽ. അപ്പോൾ ആ പത്നി ചോദിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചോദിക്കുക, ഒരാളിങ്ങനെ വന്ന് പറഞ്ഞാൽ കിത്തനി കിഹി, എത്രയാണ് ഇതിനെന്ന് ചോദിക്കും. അട്ടായി സൗക്കി, അതായത് 250 ആണ്. 250 ആണ് ഇതിൻ്റെ ഷോളിൻ്റെ വില. അപ്പോൾ ഇത്നി മെഹങ്കി, ഇത്രയും വിലയോ. ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി, കൂടുതൽ പീസ് എടുത്തോളൂ, അപ്പോൾ പൈസ കുറച്ച് തരാം. എല്ലാവരും ഒരു ടെക്നിക്കായിട്ട് പറയുന്നതാണ് അല്ലേ, ട്രിക്ക് പോലെ. അപ്പോൾ ഇവൾ ചോദിക്കുകയാണ്, പത്നി ചോദിക്കുകയാണ്, മുജേ ദൂക്കാൻ കോൽനി ഹേ ക്യാ, ഞാൻ കട തുറക്കുകയാണോ, ഇത്രയും വാങ്ങിച്ചിട്ട് കട തുറക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ലേലോന, എടുത്തോളൂന്നേ. ബഹനോ ഓർ ബാബിയോ കേലിയേ, ബഹനും ബാബിക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തോളൂ, സഹോദരിമാർക്കും. ബാബി മീൻസ് എന്താണ്, ചേട്ടൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചേച്ചി, അനിയത്തി, അങ്ങനെയൊക്കെ വരും. അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ എടുത്തോളൂന്നേ. മേനെ പത്നിക്കോ ഇഷാര കിയാ തോ ഉസ്നെ, മേനെ പത്നിക്കോ ഇഷാര കിയാ തോ ഉസ്നെ ആംഗേം തരേർ കർ മുജെ ചുപ് രഹ്നെ കാ സങ്കേത് ദിയ. അതായത് ഞാൻ പത്നിനോട് എന്ത് പറഞ്ഞു, ഇഷാര കിയ. എന്തായിരിക്കും ഇഷാര ആക്കിയത്? ഇഷാര എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുക. പത്നിനോട് ആംഗ്യം കാണിച്ചു, എന്ത്, വാങ്ങണ്ടെന്നായിരിക്കും അല്ലേ. പക്ഷേ പത്നി എന്താ, പത്നി ദേഷ്യക്കാരിയാണ്. ഫസ്റ്റ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യപ്പെട്ടില്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിലും ദേഷ്യം തന്നെ. തോ ഉസ്നെ ആംഗേൻ തരേർക്കർ, കണ്ണുരുട്ടിക്കൊണ്ട് മുജെ ചുപ് രഹ്നേക്കാ സങ്കേത് ദിയ, എന്നോട് മിണ്ടാതിരിക്കാൻ സൂചന നൽകി. അച്ഛാ 5 പീസ് ലൂ തോ കിത്തനെ കെ ദോഗി, 5 പീസ് എടുത്താൽ എത്ര പൈസക്ക് നിങ്ങൾ തരും എന്ന് ചോദിക്കും. അപ്പോൾ പറയാണ് 200 രൂപയെ പെർ പീസ് ലേന ദീദി, 200, ഒരു പീസിന് 200 വെച്ചിട്ട് എടുത്തോളൂ ദീദി പറയും. അപ്പോൾ ഇല്ല 100 രൂപയെ പെർ പീസ്, ഒരു പീസിന് 100 രൂപ. ആ പെണ്ണ് പറയും, പത്നി പറയും, ദീദി 100 തോ ബഹുത്ത് കം ഹേ, അതായത് ദീദി 100 എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. കഹത്തെ ഹുയെ ഉസ്ക ഗല രുന്ത് ഗയാ, പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്, അവളുടെ ഗല സൗണ്ട് ഇടറി, രൂന്ത് ഗയ ഇടറിപ്പോയി. ഓർ ഉസ്കി കജ്റാരി ആംഗ്യം ബർ ആയി, അവളുടെ കറുത്ത കൺമഷി കണ്ണുകൾ നിറഞ്ഞു വന്നു. അടുത്തത് ചൽ, നിക്ക്, ന തേരി ന മേരി, എൻ്റെയും അല്ല നിൻ്റെയും അല്ല. 150 പെർ പീസ്, അതായത് നീ പറഞ്ഞ വിലയും അല്ല ഞാൻ പറഞ്ഞ വിലയും അല്ല. 150 പെർ പീസ്, ഒരു പീസിന് 150 റുപ്പീസ് വെച്ചിട്ട് തരാം, അങ്ങനെ പറയും. ആ പത്നി പറയും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛാ ദീദി, ഓക്കെ നന്നായി ദീദി. ടീക്ക് ഹേ, ശരി. ലോ, എടുത്തോളൂ. രംഗ് പസന്ത് കർലോ, അതായത് ഇഷ്ടമുള്ള കളറ് എടുത്തോളൂ പറയും. 150ക്ക്, നമ്മൾ 250ക്ക് വിൽക്കാൻ വന്ന ഷോളാണ്. അപ്പോൾ കൂടുതൽ എടുത്താൽ കുറച്ച് പൈസക്ക് തരാമെന്ന് പറയും. അപ്പോൾ 200 രൂപക്ക് ഒരു പീസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ആ പത്നിക്ക് അത് ഇഷ്ടമായില്ല. പത്നി പറയും 100 രൂപക്ക് തരണം എന്ന് പറയും. അപ്പോൾ ഇവൾക്ക് സങ്കടമായി. കാരണം ഇവൾക്ക് ലാഭമൊന്നും കിട്ടാത്തൊരു കച്ചവടത്തിന് ഇവൾ നിൽക്കുമോ? അവൾ ചിലപ്പോൾ എന്താ പറയുക, പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയായിരിക്കും. അവൾ ഷോള് വിറ്റിട്ട് വേണം വീട്ടിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ. അപ്പോൾ 100 രൂപക്കൊക്കെ 5 ഷോളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ അവൾക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ അവൾക്ക് സങ്കടം വരില്ലേ. അപ്പോൾ അവളെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അപ്പോൾ ഈ പത്നി പറയും 150ക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ സമ്മതിച്ചു. ഓക്കെ, കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹാ ഓർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാ ദിയ. കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം അവൾ സമ്മതിച്ചത്. ആൻഡ് ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാ ദിയ, ആ ബാണ്ടക്കെട്ട് പത്നിയുടെ അരികിലേക്ക് നീക്കി വെച്ചു. സർക്കാ ദിയ, നീക്കി വെച്ചു. പത്നീനെ 5 ഷോളും അലഗ് കർ ലി, പത്നി 5 ഷോള് അലഗ് കർലി തിരഞ്ഞെടുത്തു. ഓർ മേരി ഓർ ദേക്ക് രൂപയെ ദേനേക്ക ഇഷാര കിയ. മേരി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഭർത്താവിൻ്റെ നേരെ. ഓർ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ചാരെ നോക്കിക്കൊണ്ട് രൂപയെ ദേനേക്ക ഇഷാര കിയ, പൈസ തരാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു. ഇഷാര കിയ പറഞ്ഞാൽ ആംഗ്യം കാണിച്ചു. മേനെ ജട്ട് 750 രൂപയെ
അതായത് 750 രൂപ അവളല്ല ആ ഭർത്താവ് ആർക്ക് കൊടുത്ത്, നിക്കാൽക്കർ ദേ ദിയെ, ഭാര്യയ്ക്ക് കൊടുത്ത്, പുറത്തെടുത്തിട്ട് കൊടുത്ത്. ഉസ്കെ ജാനെ കെ ബാദ്, അവൾ പോയതിന് ശേഷം രാസ്തേ ബർ പത്നിക്ക് സൂയി ഇസി ബാത്ത് പർ അട്ക്കി രഹി, അതായത് ആ പെണ്ണ് 750 രൂപക്ക് ഷോള് വിറ്റ് കഴിഞ്ഞിട്ട് പോയല്ലോ. അപ്പോൾ ഉസ്കെ ജാനെ കെ ബാദ്, അവൾ പോയതിന് ശേഷം രാസ്തേ ബർ, വഴിയിലുടനീളം പത്നിയുടെ ചിന്ത, സൂയി പറഞ്ഞാൽ ചിന്ത എന്തായിരുന്നു, ഇസി ബാത്ത് പർ അട്ക്കി രഹി, ഈ ഒരു കാര്യത്തിൽ തങ്ങി നിന്നു. എന്താ, അതാണ് പറയാൻ പോകുന്നത്. വോ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയി, അതായത് ഒറ്റ പ്രാവശ്യം തന്നെ 150 റുപ്പീസ് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. ഗലത്തിക്ക്, തെറ്റായിപ്പോയി. തോടാ തോൽമാൽ ഔർ കർണ ചാഹിയേത്ത, കുറച്ചും കൂടി വിലപേശാമായിരുന്നു. തോൽമാൽ കർണ പറഞ്ഞാൽ വിലപേശാമായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ ചിന്തിച്ച്, ഭാര്യ. പക്ഷേ ഓർ മേരി സൂയി, എൻ്റെ ചിന്ത എന്തായിരുന്നു, എൻ്റെ എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ, ഭർത്താവിൻ്റെ ചിന്ത എന്തായിരുന്നു, അതീത് മേ അടുക്കീത്തി, അടുക്കീത്തി, അതായത് പാസ്റ്റ്, ഭൂതകാലത്തിലേക്ക് അടുക്കീത്തി, പഴയ ഒരു കാര്യത്തിലേക്ക് അയാളുടെ ചിന്ത ഇങ്ങനെ പോയിട്ട് തങ്ങി നിൽക്കുകയാണ്. എന്താ കാര്യം നോക്കാം നമുക്ക്. ബേട്ടി കോ ഗോദ് മേ ബിട്ട റെയിൽഗാഡി കി ഖിഡ്കി സേ ജാങ്താ മേ സോച്ച് രഹാത്ത, എന്താണ്, മകളെ മടിയിൽ വെച്ചുകൊണ്ട് റെയിൽഗാഡിക്ക് ഖിഡ്കി സേ, റെയിൽഗാഡിയുടെ ട്രെയിനിൻ്റെ ഖിഡ്കി സേ, വിൻഡോയിൽ കൂടി ജാങ്ത, എത്തി നോക്കുക, ജാങ്ത പറഞ്ഞാൽ എത്തി നോക്കുക, മേ സോച്ച് രഹാത്ത, ഞാൻ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്, ആ ഭർത്താവ് എന്താ ചിന്തിച്ചത്, മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച്, അതായത് അയാളുടെ അച്ഛനും റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ അങ്ങനെ ഒരു പാസ്റ്റിലേക്ക് പോയതല്ലേ. ഈ പെണ്ണിനെ കണ്ടപ്പോൾ മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് തക്കേ ഹാരെ ഗർ ആത്തെ, ക്ഷീണിച്ചവശനായി, തക്കേഹാരെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചവശനായി, ഗർ ആത്തെ, വീട്ടിലെത്തുമ്പോൾ, തോ ഉൻകി ആങ്കോമേ ബി വഹി നമീത്തി, അയാളുടെ ആ അച്ഛൻ്റെ കണ്ണുകളിലും അതേ നനവ് ഉണ്ടായിരുന്നു. നമീത്തി എന്ന് പറഞ്ഞാൽ, നമി മീൻസ് നനവ്, അതേ നനവ് ഉണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതി കി ആങ്കോമേത്തി, ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട, അതായത് ആ യുവതിയുടെ, ആ കജറാരി ആങ്കോംവാലി യുവതി, കറുത്ത കൺമശി കണ്ണുള്ള ആ സുന്ദരി പെണ്ണിൻ്റെ കണ്ണുകളിൽ കണ്ട അതേ നനവ് ഈ ഭർത്താവ് എവിടെ കണ്ടിരുന്നു, പണ്ട് തൻ്റെ അച്ഛൻ റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽക്കാൻ പോയ ജോലിയല്ലേ. അപ്പോൾ സാധനങ്ങൾ വിറ്റ് ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇന്ന് പെണ്ണിൻ്റെ കണ്ണിൽ കണ്ട അതേ നനവ് അദ്ദേഹത്തിൻ്റെ കണ്ണിലും ഈ ഭർത്താവ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഭർത്താവ് അങ്ങനെയാണ് ചിന്തിച്ചത്, ആലോചന അങ്ങനെയാണ് പോയത്. ഇവിടെ പത്നി എന്താ ചിന്തിച്ചത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ ചിന്തിച്ചത്, കുറച്ചും കൂടി വില പേശിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കുറച്ചിട്ട് കൂടുതൽ ഷോൾ വാങ്ങിക്കായിരുന്നു. അവിടെ ഭാര്യയുടെ അത്യാഗ്രഹമാണ് കാണുന്നത്. പാവം പെണ്ണിനെ പറ്റിച്ചാലും കുഴപ്പമില്ല, കുറച്ച് പൈസക്ക് കുറേ ഷോള് കിട്ടിയിട്ട് പൈസ ലാഭിക്കായിരുന്നു എന്നാണ് നമ്മൾ ഭാര്യ ചിന്തിക്കുന്നത്. പക്ഷേ ഭർത്താവ് എന്താ ചിന്തിക്കുന്നത്, ഭർത്താവിന് അയാളുടെ അച്ഛനെ ഓർമ്മ വരികയാണ്. അയാളുടെ അച്ഛനും ഇതേപോലെ റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിൽ വരുമ്പോൾ അയാളുടെ കണ്ണുകളിലും നനവുണ്ടായിരുന്നു. അപ്പോൾ ഈ പെണ്ണിൻ്റെ കണ്ണിൽ കണ്ട അതേ നനവ് അയാളുടെ കണ്ണിലുണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണിനെ പോലെ തന്നെ അച്ഛനും ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ ഭർത്താവ് ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരേ കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത ചിന്തകളാണ് നമ്മളിതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരെപ്പോലെ ആയിരിക്കണം, ഈ ഭർത്താവ് ചിന്തിച്ചതുപോലെ മറ്റുള്ള മനുഷ്യരോട്, സഹജീവികളോട് കരുണ കാണിക്കുന്ന മനസ്സായിരിക്കണം നമ്മൾക്കല്ലേ. ഓക്കെ, ആ ഭാര്യ ചിന്തിച്ചതുപോലെ അത്യാഗ്രഹം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. ആ പെണ്ണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാണ്, അധ്വാനിക്കുകയാണ്. അപ്പോൾ അവളോട് കുറച്ച് കരുണയൊക്കെ നമുക്ക് ആവാം അല്ലേ. ഓക്കെ, അതാണ് ഈ ഒരു ലഘുകഥയിൽ അഞ്ജു ഗർബന്ത എന്നുള്ള ലേഖികയുടെ പേരാണ്. അപ്പോൾ അങ്ങനൊരു കിടുക്കി എന്നുള്ള ലഘുകഥ അവർ മനോഹരമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗമാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.